അവര് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഞാൻ കൊടുത്തത്. അവരൊരു വിധവയാണ്. മരിച്ചു പോയിട്ടുള്ള ഭർത്താവിന്റെ ഫാമിലി പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റാ. അത് വേണം നിങ്ങൾക്ക്. വിധവയോളോ? കല്യാണം കഴിച്ചിട്ടില്ല. എന്ത് പറയണ അത് പറഞ്ഞോളൂ. എന്റെ സുഹൃത്തെ, അത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. സുഗതൻ സാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ഇവിടുന്ന് പെൻഷൻ പറ്റിപ്പോയി. ഈ ചെയറിൽ ഇന്നത്തെ കക്ഷിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കേസാണ്. അറിയാത്ത കാര്യങ്ങൾ പറയാം. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അവരെ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കണ ശീതളൻ എന്ന് പറഞ്ഞ ആളിനെ. സാർ അവരാദ്യം കല്യാണം കഴിച്ചിട്ട് ഒരു അധ്യാപകൻ മരിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് കല്യാണം കഴിച്ച ആളാണ് ശീതളൻ. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന. ശീതളിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ളൂ. നിങ്ങൾ ഓളെ മുഖം കണ്ടോ? ഒരു വിധവേന്റെ മുഖമാണ് മോച്ചായാണ് ഓൾക്ക്. ഓള് ഫുള്ള് ഹാപ്പിയാണ്. ഒരു പ്രകാശമില്ല ഓളെ മുഖത്ത്. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ സാർ. കഴിച്ചെന്ന് സുഖമായിട്ട് ജീവിക്കുകയാണ്. നമ്മള് കാണുന്നല്ലേ. അവര് കല്യാണം കഴിച്ച് അവര് എല്ലാ ദിവസവും പുറത്തു പോകുന്നുണ്ട്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. ഞങ്ങള് കാണുന്നല്ലേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ. പ്രശ്നം ചോദിക്കാണ്ടോ? സാറിനെ പറ്റിച്ചു. സാറേ, ഇതിപ്പോ സാറിന് പറ്റിയൊരു വീഴ്ചയാണല്ലോ. അല്ല, അതെ, അത് അങ്ങനെയാണെങ്കിൽ അത് നോക്കണം സാറേ. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഒന്ന് പൊതുജനങ്ങളെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ കല്യാണം കഴിച്ചത് ഏത്, കഴിക്കാത്ത ഏത്, വിധവ ഏത്, ഒളിച്ചോടി പോയത്, ഇതെല്ലാം അറിയാവുന്ന ആളുകളാണ് ഞങ്ങള്. ഒരു വാക്ക് പറയണ്ടേന്ന്. കുഴപ്പമില്ല. ഇപ്പൊ ഇവരൊക്കെ വാട്സപ്പിൽ നമ്മുടെ നാട്ടിലൊരു ഗ്രൂപ്പിലേക്കൊക്കെ പോയ നിങ്ങൾക്ക് മോശമാട്ടോ. ചുമ്മാ അല്ല, ഞാൻ ചെയ്യണല്ലോ. ചെയ്ത് കളയരുത്. പറയാണ് ഞാൻ. സാറ് നമുക്ക് വേണ്ടൊന്നും ചെയ്തു തരും അല്ലേ സാറേ? അപ്പൊ ഇനിയിപ്പോ നമ്മുടെ പേപ്പർ അടിയിൽ നിന്ന് മുകളിലോട്ട് എടുക്കാൻ ഇനിയിപ്പോ വലിയ ബുദ്ധിമുട്ട്. അല്ല, അതിന് 2 ആഴ്ച പിടിക്കും. 2 ആഴ്ച എടുക്കും. അല്ല, ഒരു കാര്യം ചെയ്യും, ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വാ. സാറേ, ഈ 4 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞിട്ട് അത് ശരിയായില്ലേ പിന്നെ ഇവനൊരു കുഴപ്പമുണ്ടെങ്കിൽ ചുമ്മാ വാട്സാപ്പിൽ മെസ്സേജ്. അതൊന്നും ചെയ്യണ്ട, അതൊന്നും ചെയ്യണ്ട. ഒരബദ്ധം ഇപ്പൊ ഏത് പോലീസുകാരൊക്കെ കൃഷി ഓഫീസർക്കും പറ്റുമല്ലോ. അപ്പൊ എല്ലാം സാർ ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞു. ശരി 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 ശരി. അപ്പോളേ ശീതളൻ എന്നാണ് ഓളെ പുതിയ ഭർത്താവിന്റെ പേരിട്ടോ. ശീതളൻ. സാറൊന്ന് അന്വേഷിച്ചു. ശരി, നമുക്ക് ഇതൊന്നോട്ട് എടുത്തിച്ചാലോ. ഒരു സെക്കൻഡ് ഒന്നും വന്നേ. എന്താ സാറേ? നിങ്ങളോട് ഞാൻ എപ്പോ വരാന്നാ പറഞ്ഞേ? 4 ദിവസം കഴിഞ്ഞിട്ട്. വേണ്ട, വൈകിട്ട് പോന്നു. 4 മണിയാകുമ്പോൾ പോന്നു കേട്ടോ. ഇന്ന് 4 മണിക്കോ? ഇന്ന് 4 മണിക്ക് വരട്ടെ. അല്ലെങ്കിൽ ഇന്ന് 4 മണി ആക്കണ്ട. ഒരു കാര്യം ചെയ്യും, ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും. 2 ദിവസം? 2 ദിവസം. 4 ദിവസം കണ്ട സാർ കുറച്ച് സമയം എടുത്തോളി. എന്നാലും വേണ്ടില്ല. എടാ, 2 ദിവസം കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും അത് അറിയാതെ അബദ്ധത്തിൽ പോകണം. സാറ് പറഞ്ഞ സമയം വരെ ഞാൻ സൂക്ഷിച്ചോളാം. കാരണം ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പോസ്റ്റുകളൊക്കെ ഞാനാ. എനിക്കറിയാം, പുള്ളിക്കത് അറിയില്ല, പറഞ്ഞു തരാൻ അറിയാം. അതുകൊണ്ട് അത് പേടിക്കണം. എന്ത് പറ്റിയ കഴുത്തിന് കൗത്തൊന്ന് വിളിക്കതാ. അത് നമ്മുടെ വില്ലേജ് ഓഫീസിലെ ഒരു കരമടച്ച രസീത് ചോദിക്കാൻ വേണ്ടി അവിടെ വില്ലേജ് ഓഫീസർ ഇച്ചിരി മുട പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ഒന്നുള്ളതായി. വില്ലേജ് ഓഫീസറെ കൈ ഒടിഞ്ഞ് പുള്ളിയുടെ കഴുത്തുള്ളി. വേറെ കുഴപ്പമൊന്നുമില്ല. ശരി. പക്ഷെ കൃഷി ഓഫീസർ അങ്ങനെ അല്ല. ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? Marimayam